ഇപ്പോൾ അനിൽ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഘട്ടം കൂടി സർവേയിലേക്ക് കടക്കാനാണ്. അതായത് തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ നമ്മൾ അടുത്ത ഘട്ടം സർവേയിലേക്ക് കടക്കുകയാണ്. കാരണം പുതിയ വിഷയങ്ങൾ വന്നു, പുതിയ ആളുകൾ വന്നു, പുതിയ പേരുകൾ ചിത്രത്തിലുണ്ട്, സ്ഥാനാർത്ഥികൾ എല്ലാവരും നിരന്ന് കൃത്യമായി പ്രചാരണ രംഗത്തേക്ക് കടന്നു. ഇതെല്ലാം കൂടി പഠിച്ചതിന് ശേഷമാണ് കേരളം ആര് ഭരിക്കും എന്നുള്ള ആ കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ അവസാനത്തെ നമ്മളുടെ കണ്ടെത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. അത് അടുത്ത ശനിയാഴ്ചത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ശരി അല്ല, നാളെ മുതൽ തുടങ്ങുമ്പോൾ ശരി എന്ന് മാത്രമല്ല, ആ ചോദ്യത്തോട് ചേർത്തിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒരു ഫൈനൽ പ്രൊഡിക്ഷനിലേക്ക് പോകുമ്പോൾ, സീറ്റിൻ്റെ പ്രൊഡിക്ഷനിലേക്ക് പോകുമ്പോൾ ഈ അഭിപ്രായം രേഖപ്പെടുത്താത്ത ഇവിടെ ഈ പല ചോദ്യങ്ങൾക്കും നമ്മളിപ്പം ഇന്നലെ ഇന്നുമായിട്ട് സംപ്രേഷണം ചെയ്ത ഈ ചോദ്യങ്ങളിൽ പലതിലും പല ചോദ്യങ്ങളോടും അഭിപ്രായം രേഖപ്പെടുത്താത്തവർ അല്ലെങ്കിൽ തീരുമാനമെടുക്കാത്ത കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ കൂടി അഭിപ്രായം തീർച്ചയായിട്ടും കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വളരെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും. രണ്ടാമത്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സെൻസിറ്റീവായിട്ട് കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂസ് മലയാളത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വീണ്ടും ഇതുപോലെ ഒരു തവണ കൂടി ഡേറ്റ കളക്ഷൻ നടത്തിയതിന് ശേഷം ഫൈനൽ പ്രൊഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും ആധികാരികമായ, തികച്ചും വിശ്വസനീയമായ ഒരു കണക്ക് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇതുവരെ നമുക്ക് കുറേയധികം വിഷയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവർ മുഖവിലക്കെടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കും പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, അവർക്കും മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സർവേയിൽ പ്രകടമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കി കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ന്യൂസ് മലയാളം വീണ്ടും നടത്തുന്ന ഈ വിവരശേഖരണം ഈ ഒരു പൊതുവായി ഈ ഒരു പഠന പ്രക്രിയയെ അങ്ങേയറ്റം ആധികാരികമാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ന്യൂസ് മലയാളം എടുക്കുന്ന ഈ ഒരു ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു. വളരെ വളരെ നന്ദി അനിൽ, ഞങ്ങളോട് സംസാരിച്ചതിനൊപ്പം ഈ ഒരു ഇത്തരം വാക്കുകൾക്കും. ഞങ്ങൾ ഈ വരും ദിവസങ്ങളിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി താങ്കളെ ബന്ധപ്പെടുന്നതായിരിക്കും.